ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളൊരു രാമേശ്വരം ട്രിപ്പ് പോവുകയാണ്. ഇപ്പം രാമേശ്വരത്തേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പം ഞാനും ഹസ്ബൻഡും പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്, വൈഫ്, ഇപ്പം ഞങ്ങൾ 4 പേരും കൂടിയാണ് പോകുന്നത്. ഒരു കാറിലാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി തേനി വരുമ്പോൾ നല്ല മുന്തിരിത്തോട്ടമുണ്ട്. അപ്പോൾ അവിടെ കയറി മുന്തിരിത്തോട്ടമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ പല പ്രാവശ്യം പോയേക്കുന്നതാണ്. പക്ഷെ എന്നാലും ഒന്ന് നമുക്കിതൊക്കെ കാണുമ്പോൾ പിന്നെ ഒരു സന്തോഷം തോന്നൂലോ. അപ്പം അങ്ങനെ അതെല്ലാം കണ്ട് പിന്നെ അവിടുന്ന് കുറച്ച് മുന്തിരിയുടെ ജ്യൂസൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ജ്യൂസ് ഉണ്ട്, പിന്നെ അവിടെ സ്ക്വാഷ്, പിന്നെ വൈന്, ജാം, അങ്ങനെയുള്ള എല്ലാം കിട്ടും. ഫ്രഷ് ആയിട്ടുള്ളതാണ്. അപ്പം അത് ഞങ്ങൾ ജ്യൂസ് വാങ്ങിച്ചു. അപ്പം അങ്ങനെ അതെല്ലാം വാങ്ങി അതൊക്കെ എല്ലാം കണ്ട് 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 അങ്ങ് പോകാമെന്ന് വിചാരിച്ച രാമേശ്വരത്ത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് 6 മണിക്ക് ഇറങ്ങിയത്. പിന്നെ പോകുന്ന വഴി ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പോകുന്ന വഴിയാണ് കഴിച്ചത്. അപ്പം അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെ എല്ലാം കണ്ട് കണ്ട് അങ്ങനെ പോവുകയാണ്. അപ്പം അവിടെ പോകുന്ന വഴിയാണ് ഈ മുന്തിരിത്തോട്ടം പോകുന്ന വഴി തന്നെ. നമുക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ, ഞങ്ങൾ പോയത് കുമളി വഴിയാണ് പോയത്. അപ്പം അങ്ങനെ മധുര വഴിയാണ് രാമേശ്വരത്തിന് പോകുന്നത്. അപ്പം ആ പോകുന്ന വഴികളെല്ലാം പതുക്കെ വണ്ടിയെല്ലാം നിർത്തി പതുക്കെ കണ്ട് കണ്ട് പതുക്കെയാണ് പോയത്. ഇവിടുന്ന് ഞങ്ങൾ 6 മണിക്ക് പോയി. ഞങ്ങൾ രാമേശ്വരത്ത് ഒരു 6 മണിയായപ്പോഴത്തേക്കും രാമേശ്വരത്ത് എത്തി. അതിന് നേരത്തെ എത്താം, പക്ഷെ നമ്മളിങ്ങനെ പതുക്കെ നിർത്തി ഇറങ്ങി അങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ട് റിലാക്സ് ചെയ്താണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് അപ്പോഴത്തേക്ക് എത്തിയത്. അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. അപ്പം അങ്ങനെ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. ഒരു നല്ലൊരു ട്രിപ്പായിരുന്നു അത്. നേരത്തെ ഒരു 10 വർഷം മുമ്പ് ഞങ്ങൾ ഇങ്ങനെ രാമേശ്വരം പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ വ്യത്യാസങ്ങളുണ്ടല്ലോ ഒത്തിരി ഒത്തിരി. അങ്ങനെ എല്ലായിടവും കയറി ഇറങ്ങി അങ്ങനെ അങ്ങ് പോവുകയാണ്. പോകുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. മധുരയിലെ അമ്മ മെസ് ഉണ്ട്. അമ്മ മെസ്സിൽ നിന്നാണ് ഞങ്ങൾ ആഹാരം കഴിച്ച്. ഉച്ചത്തെ ഊണ് അവിടെ നിന്നായിരുന്നു. ഒരു ചെട്ടിനാട് ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. അവിടെ നിന്നാണ് കഴിച്ചത്. നല്ല ഇതായിരുന്നു. പിന്നെ അവിടെ നിന്ന് സ്വീറ്റ് ബീഡ ഉണ്ടായിരുന്നു താഴെ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാമേശ്വരം എത്താറായി. പാമ്പം പാലത്തിന്റെ മേളിൽ കൂടിയായിട്ട് ഈ പോകുന്നത്. നല്ല നല്ല ദൂരമുണ്ട്. 3 കിലോമീറ്ററിന് അടുത്ത് വരെ ഉണ്ട് പാമ്പം പാലത്തിന്റെ നീളം. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയായി. പാമ്പം പാലം പുതിയത് പണിതപ്പോൾ നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഞങ്ങൾ അവിടെ നിന്നപ്പോഴത്തേക്കും പെട്ടെന്നൊരു ട്രെയിൻ വരികയും ചെയ്തു. അതൊരു ഭാഗ്യമായി ഞങ്ങൾക്ക് മാറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ആ ട്രെയിൻ അതിലെങ്ങനെ പോകുന്ന കാണുമ്പോൾ കുഞ്ഞ് തീവണ്ടി, നമ്മൾ കൊച്ചിലെ കാണുന്ന തീവണ്ടി പോകുന്ന പോലെ ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ പോകുന്നത്. അപ്പം അതൊന്ന് കാണാൻ പറ്റി. അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എന്തായാലും വിചാരിക്കാതെ ഒരു ട്രെയിൻ കണ്ടത്. പിന്നെ അതുപോലെ പാമ്പം പാലത്തിന്റെ വലിപ്പം ഭയങ്കര നല്ല ഭംഗിയുണ്ട്. അതൊന്ന് കാണേണ്ട തന്നെയാ കേട്ടോ.
നല്ലൊരു ഇതുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറ സൈഡിലെല്ലാം ഒത്തിരി ഈ ഫിഷിങ്ങിന് പോകുന്ന ബോട്ടുകൾ ഒത്തിരി കിടപ്പുണ്ട്. അപ്പുറ സൈഡ് ബോട്ടും പിന്നെ ഇവിടെയും ഇതിന് അങ്ങേയറ്റത്തൊക്കെ എല്ലാം ബോട്ടുകളും ഉണ്ട്. നല്ല രസമുണ്ട്. എല്ലാവരും യാത്രക്കാരെല്ലാം വണ്ടി നിർത്തി അവിടെ ഇറങ്ങി ഇതൊക്കെ കണ്ടും കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. അത് കാണാനൊരു കൗതുകമായിരുന്നു കേട്ടോ. ആ ട്രെയിൻ വന്നതും ഈ ഇതിലൂടെ ഇങ്ങനെ യാത്രയും ഇതൊക്കെ നല്ലൊരു രസമായിരുന്നു. അതൊരു എന്താ നല്ല ഒരു കൗതുകം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഈ ബോട്ടൊക്കെ കിടക്കുന്ന കണ്ട നമ്മുടെ ഈ കളിവഞ്ചി ഉണ്ടാക്കിയിട്ടേക്കണ മാതിരി തോന്നും. ഇങ്ങനെ ദൂരെ നോക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വള്ളം പോലെ കിടക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അതെല്ലാം കുറേ നേരം കണ്ടു, കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് പിന്നെ അങ്ങനെ അതിലെ കുറേ നേരം കറങ്ങി നടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി. അങ്ങനെ കണ്ട് കണ്ട് പോയത് കൊണ്ടാണ് ഞങ്ങൾ താമസിച്ചെത്തിയത്. നമുക്ക് ധൃതിയില്ലായിരുന്നു, പതുക്കെ മതിയായിരുന്നു. പിന്നെ വൈകുന്നേരം പിന്നെ അമ്പലത്തിലേക്കൊന്ന് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. സന്ധ്യയായപ്പോഴത്തേക്കും ഞങ്ങൾ എന്നാലും അവിടെ ചെന്നു. അങ്ങനെ പോകുന്ന വഴിയാണ്. ഇനി കാണാമേ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. രാമേശ്വരം ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു. നല്ല ഹോട്ടലായിട്ടോ. ഞങ്ങൾ ഒരു ദിവസത്തേക്ക് അവിടെ റൂം എടുത്തോളൂ. കാരണം നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് അപ്പം പിറ്റേ ദിവസത്തേക്കാണ് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് ഒരു ദിവസം ഞങ്ങൾക്ക് അവിടെ കിട്ടിയുള്ളൂ. പിന്നെ അടുത്ത ദിവസം വേറെ ഹോട്ടലിലാണ് ഞങ്ങൾ തങ്ങിയത്. ഇത് നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ലൊരു ഹോട്ടൽ. അമ്പലത്തിലേക്ക് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഞങ്ങൾ നേരെ വന്ന് ബാഗെല്ലാം വെച്ച് ഇവിടെ നിന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ കയറിയില്ല. അമ്പലത്തിന് വെളിയിലെല്ലാം ചുറ്റി നടക്കാനായിട്ട് പോയത്. ഹോട്ടൽ പക്ഷെ നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു 2 ദിവസത്തേക്ക് കിട്ടുമെന്നുള്ള. പക്ഷെ ഒരു ദിവസത്തേക്ക് ഭയങ്കര തിരക്കുള്ളൊരു ഹോട്ടലായിരുന്നു ഇത്. അപ്പോൾ ഒരു ദിവസത്തേക്കേ കിട്ടുള്ളൂ. പിറ്റേ ദിവസം ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെയുള്ള വേറൊരു ഹോട്ടലിലേക്ക് മാറി. പക്ഷെ ഇത് നല്ലൊരു ഹോട്ടലായിരുന്നു. ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്നു. അമ്പലത്തിൻ്റെ പോകുന്ന വഴിയും നമുക്ക് നടന്നു പോകാനേ ഉള്ളൂ. അപ്പം അതിലെല്ലാം നടന്ന് സന്ധ്യ സമയമായിരുന്നു. അപ്പോൾ നമുക്ക് വലിയ ചൂടില്ലായിരുന്നു. പകല് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ഈ സമയം വൈകുന്നേരം ആയപ്പോഴും ചൂടെല്ലാം കുറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങി. അങ്ങനെ അമ്പലത്തിൻ്റെ ഗോപുരമൊക്കെ കാണാം. അപ്പം അതിലെല്ലാം നടന്ന് കുറേ കടകളിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ചുമ്മാ ഒരു രസം. എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ. അതൊരു ഓർമ്മയാണ് എപ്പോഴും. എവിടെ പോയാലും എന്തെങ്കിലും നമ്മൾ വാങ്ങിയിരിക്കും. കാരണം അതൊക്കെ എവിടെ നിന്ന് വാങ്ങിച്ചു എന്നുള്ളൊരു ഓർമ്മ നമുക്ക് കിട്ടുകയും ചെയ്യും. അതൊരു സന്തോഷം. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ കടകളിലൊക്കെ ചുമ്മാ നടന്ന് അതൊരു നല്ല ഒരു വിൻഡോ ഷോപ്പിംഗ് എപ്പോഴും നല്ല രസമാട്ടോ. അത് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുക, അങ്ങനെയൊക്കെ. അപ്പം ഞങ്ങൾ പിന്നെ ഇവിടെ കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഒരു മാല ഞാൻ വാങ്ങിച്ചു. ആ മാലയാണിത്. രാവിലെ സെറ്റാണ് കൊടുക്കുന്നത്. അപ്പം സെറ്റിന് ഇടാൻ വേണ്ടിയിട്ട് ചുമ്മാ കണ്ടപ്പോൾ ഒരു ഭംഗി. അപ്പം അങ്ങനെ വാങ്ങിച്ചു. ഇഷ്ടപ്പെട്ടു. പക്ഷെ വലിയ വിലയില്ല കേട്ടോ. ആ മാലയ്ക്ക് നമ്മളല്ലാത്ത കടകളിൽ കയറി വാങ്ങിക്കണേക്കാളൊക്കെ ഒത്തിരി ലാഭമുണ്ട്. അപ്പം അങ്ങനെ അതെല്ലാം നോക്കി, കമ്മല് മാല ഇതൊക്കെ ചുമ്മാ നോക്കി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. കാരണം നമ്മളിങ്ങനെ കടയിൽ കയറി ഒന്നും മേടിക്കാതെ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കുറച്ച് വാങ്ങിച്ചത് പ്രയോജനമുള്ളതാട്ടോ വാങ്ങിയത്. നല്ലതുമായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ കൂടെയുള്ള ചേച്ചി ഞങ്ങൾ രണ്ടുപേരും കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ എല്ലായിടമൊക്കെ ഒന്ന് കയറി. ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ തന്നെ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ അങ്ങ് പിറ്റേ ദിവസം രാവിലെ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്.
രാവിലെ ഞങ്ങൾ കുളിച്ച് ഓട്ടോയിലാട്ടോ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്നത്. കാരണം നമ്മുടെ കാറ് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ തന്നെ ഓട്ടോയുണ്ട്. അപ്പോൾ ആ ഓട്ടോയിൽ ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ പോയത്. കാരണം അപ്പോൾ പിന്നെ പാർക്ക് ചെയ്യണതിന്റെ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി കുറച്ച് ഇട വരെ നമുക്ക് ഫോട്ടോ എടുക്കാം, നമ്മൾ വീഡിയോയും. പിന്നെ നമുക്ക് എടുക്കാനൊക്കത്തില്ല. അവിടെ കാണുന്ന ആ കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ, അവിടെ മാത്രം ഫോട്ടോയും വീഡിയോ എടുക്കുന്നത്. ബാക്കി നമുക്ക് പിന്നെ ക്യൂവിലേക്ക് പോയി നിന്നപ്പോൾ പിന്നെ എടുത്തില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എടുക്കാൻ പാടില്ല എന്ന്. കുറച്ച് പേരൊക്കെ എടുക്കുന്നവരുണ്ട്, പക്ഷെ എഴുതി കണ്ടോടം വെച്ച് ഞങ്ങൾ പിന്നെ എടുത്തില്ല. ബാക്കിയെല്ലാം കണ്ടു. പക്ഷെ എന്ത് നല്ല രസമാണ് കൊത്തുപണികളൊക്കെ, കാണേണ്ട കൊത്തുപണികളൊക്കെ നല്ല ഭംഗിയാട്ടോ. ആ കൽത്തൂണുകളൊക്കെ എന്ത് രസം കണ്ട് നമുക്ക് നോക്കിയിരിക്കാൻ കഴിയുന്നു. കാരണം 4 സൈഡ് ഈ തൂണുകളാണ്. 4 സൈഡ് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്, കണ്ടിരിക്കാൻ തന്നെ നല്ല ഇതാ. പക്ഷെ രാവിലെ അതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു, ഒത്തിരി ക്യൂ ഇല്ലായിരുന്നു, ചെറിയൊരു ക്യൂ. ക്യൂ എന്ന് പറയാൻ പറ്റില്ല, കയറി കയറി അങ്ങനെ അങ്ങ് പോവുകയായിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ നമ്മുടെ ചന്ദനക്കുറി തൊടിക്കാനായിട്ട് ഇങ്ങനെ പിള്ളേരുകൾ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ താലമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും പൈസ കിട്ടും അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങളും അതുപോലെ തന്നെ ചന്ദനക്കുറിയൊക്കെ തൊടിപ്പിച്ച്, ഏതായാലും അമ്പലത്തിൽ വന്നല്ലേ ഭക്തിസാന്ദ്രമായി തന്നെ ഞങ്ങൾ പോകാന്ന് വിചാരിച്ച് അങ്ങനെ ആ മോക്കും ഒരു പ്രയോജനമാവും. അപ്പൊ അങ്ങനെ ഞങ്ങളെ ഇതുപോലെ കുറിയൊക്കെ തൊടിപ്പിച്ച് ഞങ്ങൾ പിന്നെ അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിലെ കുറേ ഇടം വരെ നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. പിന്നെ ഒന്നും എടുത്തില്ല. എന്നാലും എല്ലാം കണ്ടു. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതൊരു പ്രാവശ്യം കാണേണ്ട തന്നെ അമ്പലവും. നല്ല ഭംഗിയാണ്. പക്ഷെ 10 വർഷം മുമ്പ് വന്നപ്പോൾ എനിക്ക് ഇത്രയും തോന്നിയില്ല, ട്രെയിനിന്റെ വലിപ്പം. ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണേ. നല്ല വലിയ അമ്പലവുമാ. അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൊഴുതൊഴുതെങ്ങി ഇറങ്ങാം. പിന്നെ ഇതിന് ചുറ്റും കുളമുണ്ട്, കിണറുണ്ട്. കിണറിൽ നിന്ന് കുളിച്ചിട്ട് എല്ലാവരും വരുന്നുണ്ട്. ഞങ്ങൾ പിന്നെ കുളിക്കാൻ നിന്നില്ല, കാരണം ഭയങ്കര ചൂടുള്ള സമയമല്ലേ. പിന്നെ വല്ല ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ച് പിന്നെ കുളിച്ചില്ല. എല്ലാം അങ്ങനെ വെള്ളമൊക്കെ എല്ലാവരും തലയക്കടെ വെള്ളം ഒഴിക്കണേ ഞങ്ങൾ കണ്ട് എല്ലാം ഞാൻ ആസ്വദിച്ചു. പക്ഷെ ഞാൻ ചെയ്തില്ല, അല്ലാതെ തൊഴുത് പ്രാർത്ഥിച്ച് ഞങ്ങളിങ്ങനെ ഇറങ്ങുകയാണ്. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു.